എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എങ്ങനെ പോകുന്നു വീക്ക്? എല്ലാം നല്ലതായിട്ടല്ലേ? ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം. ഓക്കെ, ഇന്നലെ ലേറ്റ് നൈറ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ വേറെന്താണ്? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കറണ്ട് സിറ്റുവേഷൻ എല്ലാം കറക്റ്റായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും അത് ന്യൂട്രലായിട്ട് മാത്രം കാണുക, കേൾക്കുക. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുക്കാം നമുക്ക് റീഡിംഗ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്, എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഒരു ഷഫിൾ. ഓക്കെ, ടെമ്പറൻസ്, 4 of Wands, Queen of Swords. അത് പറ്റി 2 ദിവസമായിട്ട് വരുന്നുണ്ട്. Ace of Wands, 8 of Wands, good. Page of Cups, very good. Hermit, okay. 8 of Swords, Empress, King of Cups, Page of Swords, Moon, 6 of Pentacles. ആ കുഞ്ഞു വഴക്ക് ഇന്നലെ മുതൽ കാണുന്നുണ്ട്. ആ വഴക്ക് ഇനിയും തീർന്നിട്ടില്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ കുഞ്ഞു വഴക്കുണ്ടായവർക്കാണ്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്നല്ല, ആർക്കൊക്കെ ആണോ വഴക്കിട്ടിട്ടുള്ളത് ആ പേഴ്സണ് ഇതുവരെയും ആ മനസ്താപം മാറിയിട്ടില്ല. വഴക്കില്ലാത്തവർക്ക് നല്ലത്, അത്രയും നല്ലത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ കേട്ടോ. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിരുന്നത് കേട്ടോ. പ്രാർത്ഥിച്ചിരുന്നു, മെഡിറ്റേഷൻസ് ചെയ്തിരുന്നു, മാനിഫെസ്റ്റേഷൻസ് ചെയ്തിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. 4 of Wands വെച്ച് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ലൈഫിൽ വേണമെന്ന് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കല്യാണമൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. വിവാഹത്തിനെ പറ്റിയിട്ട് അവർ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതിനെ പറ്റിയിട്ട് അവർ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നു എന്ന് കാണുന്നു. ക്വീൻ ഓഫ് സോർട്സ് വെച്ച് ഞാൻ പറഞ്ഞില്ല, അവിടെയാണ് ഒരു ചെറിയ വാക്ക് തർക്കമായിട്ടാണ് എനിക്കത് കാണുന്നത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ, ചിലരുടെയെങ്കിലും ഇടയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇച്ചിരി ദേഷ്യത്തിൽ ഫുള്ളായിട്ട് അവർ കാം ഡൗൺ ആയിട്ടില്ല. ഇത് ഇന്നലത്തെ എനർജിയുമായിരുന്നു. ഓക്കെ, ഇന്നലെ 2 ദിവസമായിട്ട് കാണുന്ന എനർജിയാണ്. അപ്പം അതിനിയും ശരിയായിട്ടില്ല. പക്ഷെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തന്നെയാണ് ഏസ് ഓഫ് വാൻസ് വെച്ചിട്ട്. ഒരു സൗന്ദര്യ പിണക്കം തന്നെ കൂട്ടിക്കോളൂ അല്ലേ. ഇത് പറഞ്ഞ് ശരിയാക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് ശരിയാക്കൂ. എന്തിനാ അത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് അല്ലേ. 8 ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും ഒരു കോൾ, ഒരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നു വഴക്കിട്ടിരിക്കുന്നവരായിരിക്കും എസ്പെഷ്യലി ഈ കോളോ അല്ലെങ്കിൽ ഈ മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരെ സമാധാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. പേജ് ഓഫ് കപ്സ്, മെസ്സേജ്, കോള് എല്ലാം അവർ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്താ പറയുക, മെസ്സേജസ് അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവർ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ,
ഹെർമിറ്റ് വെച്ച് വല്ലാത്തൊരു വിഷമം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളിൽ നിന്നും കോളോ മെസ്സേജോ പ്രതീക്ഷിച്ച് കിട്ടിക്കാണില്ല. അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സങ്കടം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരും നിങ്ങളെ വിളിക്കില്ല എന്നുള്ള രീതിയിൽ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ. പരസ്പരം ഒരു റെസ്ട്രിക്ഷൻ ആണ് അവിടെ കാണുന്നത് കേട്ടോ. ആദ്യം മറ്റേ ആള് വിളിക്കട്ടെ എന്നുള്ള രീതിയിൽ രണ്ടുപേരും തന്നെ ചിന്തിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നിങ്ങളും വിളിക്കില്ല എന്ന് തന്നെ അവരും വിളിക്കില്ല എന്ന് തന്നെ അങ്ങനെ. എന്തൊക്കെ ആയാലും നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു ഇംപ്രസ് സാന്നിധ്യമാണ്. ഓക്കെ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മറക്കാനൊന്നും സാധിക്കുക പോലും ഇല്ല. ഒരു മൂവിങ് ഓണിനെ പറ്റിയിട്ടൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സൗന്ദര്യമാവട്ടെ, നിങ്ങളുടെ ശബ്ദമാവട്ടെ, നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, അങ്ങനെ ഓരോന്നും, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സ്നേഹം, അതൊന്നും അവർക്ക് പകരം വെക്കാനില്ലാത്തതാണെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് അവരുടെ ലൈഫിൽ വേണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം, നിങ്ങളുമായിട്ട് ഒരു ബാലൻസിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ച് ഈ ഒരു പിണക്കം കാരണം ആസ് ഇറ്റ് ഈസ് ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ ഇരിക്കാം എന്ന് വിചാരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം, നിങ്ങൾ കോൾ ചെയ്യുമോ എന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ കണ്ടോ. പേജ് ഓഫ് വോൺസ് കോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ, അപ്പോൾ ഒരു ചെറിയ പിണക്കമൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചത് പരിഹരിച്ചൂടെ? എന്തിനാ ഒരു ഈഗോ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു വാശി വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത്? എന്ത് പിണക്കമായാലും ചെറിയ പിണക്കമാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. പേജ് ഓഫ് വോൺസ്, വീണ്ടും പേജിൻ്റെയും 8 ഓഫ് വോൺസിൻ്റെ ഒക്കെ എനർജി വരുന്ന അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്. മൂൺ വെച്ചിട്ട് സങ്കടമാണ് നിങ്ങൾ വിളിക്കാത്തതിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധിക്കാത്തതിലും നിങ്ങളുടെ പേഴ്സൺ സങ്കടമാണ്. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ വിട്ടുപോകാൻ തീരുമാനിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇൻസെക്യൂരിറ്റി വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം, നിങ്ങളെ സംരക്ഷിക്കണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. മിസ്സിങ് എനർജി വളരെയധികം ഉണ്ട് മൂൺ കാർഡ് വെച്ചിട്ട് കേട്ടോ. മൂൺ കാർഡ് ഹെർമിറ്റ് ഒക്കെ വെച്ചിട്ട് മിസ്സിങ് എനർജി വളരെയധികം ഉള്ളതായിട്ട് കാണുന്നു. പക്ഷെ ഒരു വാശി പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എന്താ ചെയ്യുക? സമ്മോ കാർഡ്സ് വളരെയധികം ഇമോഷണൽ ആയിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു കേട്ടോ. രാത്രി എണീറ്റിരുന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടുണ്ടാവും. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഴക്ക്, ചെറിയ വാക്ക് തർക്കത്തിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് അവർ എന്തോ ഒരു കൺഫ്യൂഷൻ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയാൽ എത്ര വലിയൊരു ഭാഗ്യമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സമയമാകുമ്പോൾ ശരിയാകും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇന്നലെ ചിന്തിച്ചിരുന്നത്. എന്ത് സിറ്റുവേഷൻ തന്നെ ആവട്ടെ, കുറച്ചൊന്ന് കാത്തിരുന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ മൂമെൻറ്റ്സ്, നിങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റിയിട്ട് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക്. ഓക്കെ. അതേപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പല പല ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒരു തടസ്സമാണ്. പക്ഷെ അവർക്ക് അതൊരു ബോധറേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഒരു ബോധറേഷൻ തന്നെയാണ്. ഓക്കെ. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് അവർ വളരെ കാര്യമായിട്ട്, ഈവൻ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടും പാരലലായി കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അവിടെ കാണുന്നു. ബാലൻസ് ചെയ്തു പോകുന്ന ടെമ്പറൻസിൻ്റെയും എനർജി, ബാലൻസിങ്ങിൻ്റെ ഒരു കാർഡാണ് അത് രണ്ടും. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ബാലൻസിൽ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാമെന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 2 ഓഫ് പെൻറ്റക്കിൾസ് വീണ്ടും അത് തന്നെയാണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട്
ജഗിള് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ബാലൻസിൽ എത്തിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം എന്താണ്? കാരണം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അത് തന്നെയാണ് കാരണം. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ടായിരുന്നു. ഉറക്കമില്ല, എണീറ്റിരുന്ന് ചിന്ത തന്നെയാണ്, സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് ഈ തോട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തുടർച്ചയായിട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു തീരുമാനം കാണാൻ ഇവർക്ക് സാധിക്കണം എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. 4 ഓഫ് കപ്സ് വെച്ച് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു. മിസ്സിങ് എനർജി നമ്മളുടെ ഒരുപാട് റീഡിങ്സിൽ എപ്പോഴും ഈ മിസ്സിങ് എനർജി നമുക്ക് കാണാറുണ്ട്. ഓക്കെ, വല്ലാത്തൊരു മിസ്സിങ് എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ടും കാണുന്നു, ലോങ് ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണുന്നു. ഓടിയെത്താൻ സാധിക്കുന്നില്ല, ഓടിയെത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഓടിയെത്താൻ സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ അവരവിടെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരേ ഒരു കാർഡും കൂടെ എടുത്തിട്ട് മതിയാക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് ബസ് ഇന്നൊരു കുഞ്ഞ് റീഡിംഗ് ആണ് കേട്ടോ, കുഞ്ഞ് റീഡിംഗ്. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാനിഫെസ്റ്റ് ആയി പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിന്തകൾ നിർത്താനേ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യുമ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മുഖം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അതൊരു അവർ ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവുകയാണ്. അത് കാരണം നിങ്ങൾ എന്തായാലും അവരുടെ ലൈഫിൽ വേണം എന്നവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഓക്കെ, ഇന്ന് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, നാളെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് എനർജി നോക്കിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനും നോക്കി തരാം കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഡീറ്റെയിൽഡും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, തേർഡ് പാർട്ടിയുടെ, അതും പോയി കണ്ടോളൂ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ല, പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.